ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റിമോട്ട് വെച്ചിട്ടാണ് നമ്മുടെ പരിപാടി തുടങ്ങുന്നത്. അപ്പോൾ FPVയുടെ സെറ്റപ്പാണ്. എനിക്കറിയത്തില്ല കാര്യമായിട്ട്, എന്നാലും ഇത് അൺബോക്സ് ചെയ്യുന്ന പരിപാടിയൊക്കെ നേരത്തെ കാണിച്ചതാണ്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു പെട്ടിക്കകത്താണ് നമ്മുടെ റേഡിയോ വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്യുന്ന ഓണാക്കുന്നതെന്ന് അറിയത്തില്ല. ഞാനും ആദ്യമായിട്ടാണ് ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ജസ്റ്റ് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതേപോലെ ഇതിനകത്താണ് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ ഇവിടെ ഈ സ്ക്രീനിൻ്റെ ഇവിടെ ഇത് ഒട്ടിക്കാനായിട്ട് അവരൊരു ഇത് തന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അതെന്തായാലും നമുക്ക് ആദ്യം ഒട്ടിക്കാം. അപ്പോൾ ഇതിൻ്റെ പല ടൈപ്പ് സാധനം വരുന്നുണ്ട്. ഇത് ഇവിടെ ടച്ച് സ്ക്രീനൊക്കെ വരുന്ന റേഡിയോകൾ വരുന്നുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് ബേസിക് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ അത് ഒട്ടിച്ചേക്കാം. ഇതാണ് അവർ തന്ന സാധനം. ഏകദേശം അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ബബിൾസൊക്കെ വന്നു, പക്ഷെ എന്നാലും സീനില്ല. അതിൻ്റെ ഫ്രണ്ടിലത്തെ ഒരു കവറും പൊളിച്ചു കളഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതിപ്പോൾ കുറച്ച് ബബിളൊക്കെ വന്നു, എന്നാലും സീനില്ല. ഇത് ഇനിയിപ്പോൾ പൊളിച്ചു കഴിഞ്ഞാൽ വെറുതെ അലമ്പാവുള്ളൂ. എന്തായാലും ഈ സ്ക്രീൻ നമുക്ക് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതൊക്കെ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സ്ക്രാച്ച് വരാതിരിക്കാനായിരിക്കും ആ സ്ക്രീനിൽ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഒരു ബാറ്ററി ഇടുന്ന ഇതുണ്ട്. അപ്പോൾ റേഡിയോ മാസ്റ്റർ ബോക്സറിൻ്റെ ELRS മൊഡ്യൂൾ എന്ന് പറഞ്ഞ സാധനമാണ് ഇവിടെ വരുന്നത്. അത്യാവശ്യം വലിയൊരു ബാറ്ററി ഇടാൻ പറ്റുന്ന സ്പേസാണ്. അകത്തൊരു മെമ്മറി കാർഡൊക്കെ ഇരിപ്പുണ്ട്. എന്തായാലും നമുക്ക് ആദ്യം ബാറ്ററി കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ 6200 mAh ബാറ്ററിയാണ് വരുന്നത്. ഇപ്പോൾ എന്തായാലും നമുക്ക് ഇതിപ്പോൾ ഇനിയിപ്പോൾ എവിടെയെങ്കിലും കിട്ടി. എന്തായാലും ഇവിടെ കുത്താനൊരു പോർട്ടുണ്ട്, അവിടെ നമുക്ക് കുത്തി നോക്കാം. ഇപ്പോൾ നമ്മൾ ബാറ്ററി കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വയർ എനിക്ക് തോന്നുന്നു നമുക്ക് കുത്തിക്കൊണ്ട് യൂസ് ചെയ്യാനായിരിക്കും. എന്തായാലും അതിനകത്ത് തന്നെ ഇരിക്കട്ടെ. അത്യാവശ്യം വലിയ സ്പേസ് നമുക്ക് ഈ ബാറ്ററി സുഖമായിട്ട് അതിനകത്ത് ഇരുന്നോളൂ. നമ്മളിതിനകത്ത് കൊള്ളാം. നമ്മൾ ഇതിനകത്ത് എവിടെ ഓണാക്കുന്ന ബട്ടൺ ഗൈസ്, ഇത് ഓണാക്കുന്ന ബട്ടൺ കിട്ടിയിട്ടുണ്ട്. ഇവിടെയാണ് ഒരു ഓൺ സ്വിച്ച്. എന്തായാലും ഞെക്കി നോക്കാം. എന്തായാലും ഓണായിട്ടുണ്ട്. ത്രോട്ടിൽ നോട്ട് ഐഡിയൽ, പ്രസ് എനി കീ ടു സ്കിപ്പ്. യെസ്, ബോക്സർ ഓണായി വന്നിട്ടുണ്ട്. എന്തായാലും റിമോട്ട് ഓണായിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇത് കസ്റ്റമൈസ് അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാനൊന്ന് പഠിച്ചിട്ട് വരാം. ഇതിപ്പോൾ എനിക്കൊന്ന് ഡയറക്റ്റ് കമ്പ്യൂട്ടർ ഒരു സിമുലേറ്റർ ഞാൻ ഫ്രീ സിമുലേറ്റർ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. FPV സ്കൈ ഡൈവ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വല്ല യൂട്യൂബിൽ നോക്കിയിട്ട് ഞാൻ വരാം. അപ്പോൾ നമ്മൾ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറേ ഗെയിമൊക്കെ ഉണ്ടെന്ന് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതിനകത്ത് കുറേ ഗെയിമും ഇതൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ കളിക്കുകയൊക്കെ ചെയ്യാൻ തോന്നും. പിങ് പോങ്, സ്നേക്ക്, അങ്ങനത്തെ കുറേ ഗെയിമൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് നമ്മൾ കസ്റ്റം ഇതാക്കണമെന്ന് തോന്നുന്നു. പക്ഷെ എന്തായാലും ബാക്കി പരിപാടി എന്താണെന്ന് തപ്പി നോക്കാം. ഇതിപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏതൊക്കെ ബട്ടൺ ഏതൊക്കെയാണെന്ന് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് ഇത് ലാപ്പിൽ കണക്ട് ചെയ്ത് സിമുലേറ്ററിൽ കളിക്കാനാണ് നമ്മുടെ പരിപാടി. അപ്പം അടുത്ത എന്താണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഏതെങ്കിലും ഒരു XLRS മൊഡ്യൂളാണ് ഇതിൽ കാണുന്നത്. മൊഡ്യൂളാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേതൊക്കെ ഇവിടെ റിട്ടേൺ ബട്ടൺ ഉണ്ട്. അപ്പോൾ അത് ഞെക്കിക്കഴിഞ്ഞാൽ നമ്മൾ റിട്ടേൺ പോവും. അപ്പോൾ നമുക്ക് എവിടെ ചെന്നാലും റിട്ടേൺ ഇതാക്കിയാൽ മതി. അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോവും. പിന്നെ അടുത്ത എന്താ നോക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് ജസ്റ്റ് നമ്മൾ പണ്ട് റിമോട്ട് കൺട്രോൾ കാറൊക്കെ വാങ്ങിച്ച് ഓടിക്കുന്ന പോലെ എടുത്തങ്ങ് ഓടിക്കുകയെന്ന്. പക്ഷേ ഇത് കുറേ പഠിക്കാനുണ്ട്.
ഇപ്പോൾ തൽക്കാലം ഈ സാധനം നമുക്ക് ആവശ്യമില്ല. ഇത് ശരിക്കും എന്താ പറയുക, നമ്മൾ ഏതെങ്കിലും ഡ്രോൺ ഇതേപോലെ കണക്ട് ചെയ്ത് ഓടിക്കുമ്പോൾ മാത്രമേ ആൻറ്റീനയുടെ ആവശ്യമുള്ളൂ. ഇത് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് വാങ്ങണമെങ്കിൽ മെനക്കേടായിരിക്കും. അപ്പോൾ ഇതിനകത്ത് കുറേ സെറ്റിങ്സ് ഉണ്ട്, ഇഷ്ടം പോലെ സെറ്റിങ്സ് ഉണ്ട്. എനിക്കിത് അത്യാവശ്യം നല്ല ഒരുപാട് ദിവസം വേണം ഇത് പഠിക്കാൻ. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ ജസ്റ്റ് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ട് ഇവർ ഫുള്ള് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം ജസ്റ്റ്. എന്നിട്ട് ഇതിൻ്റെ സെറ്റിങ്സൊക്കെ പിന്നെ നോക്കിയാൽ മതിയല്ലോ. എന്തായാലും നോക്കട്ടെ എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ജസ്റ്റ് ഇതിൽ 6ാമത്തെ പേജിൽ നമുക്കിങ്ങനെ ഇവിടെ കുറേ പേജ് ബട്ടൺ ഉണ്ട്. അപ്പോൾ ഇതിൽ 6ാമത്തെ പേജിൽ പോയി കഴിഞ്ഞാൽ കാലിബ്രേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അത് മാത്രം തുടക്കത്തിൽ കിട്ടുമ്പോൾ നോക്കിയാൽ മതി. അപ്പോൾ ഈ കാലിബ്രേഷൻ നമ്മൾ ഈ സൈഡിൽ തന്നെ ഉള്ള ബട്ടണാണ് ഈ ഞെക്കാനുള്ളത്. അപ്പോൾ ഇത് കറക്റ്റ് സെൻറ്ററിൽ ഈ സാധനം ഇവിടെ 2 പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് ആദ്യം സെറ്റാക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ എല്ലാ പൊസിഷനിലേക്കും നീക്കി, അല്ല ഇത് നടുക്ക് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മളെല്ലാ പൊസിഷനിലേക്കും ഇത് നീക്കണം. അപ്പോൾ എല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ട് നമ്മൾ അപ്പോൾ ജസ്റ്റ് എന്താ പറയുക, കാലിബ്രേറ്റ് ആദ്യം നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ട അതാണെന്നാണ് പറഞ്ഞത്. എന്നിട്ടത് എൻ്റർ വെൻ ഡൺ കൊടുത്തു കഴിഞ്ഞാൽ കാലിബ്രേറ്റ് ആവും. അപ്പം ജസ്റ്റ് ആദ്യം അത് മാത്രം ചെയ്താൽ മതി എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ പെട്ടിയുടെ കൂടെ ഒരു എന്താ പറയുക USB B2C വയർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കുറേ പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു ഫ്രണ്ടിലൊരു USB ഉണ്ട്, ബാക്കിലൊരു USB പോർട്ടും ഉണ്ട്. അപ്പോൾ ഫ്രണ്ടിലെ USB എന്ന് പറയുന്നത് ജസ്റ്റ് ലാപ്പായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ലാപ്പിൽ ജസ്റ്റ് കണക്ട് ചെയ്ത് എന്താ അവസ്ഥയെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ കുത്തിയപ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഓപ്ഷൻ വന്നിട്ടുണ്ട്. USB ജോയ്സ്റ്റിക്ക്, USB സ്റ്റോറേജ്, USB സീരിയൽ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് ജോയ്സ്റ്റിക്ക് കൊടുത്ത് നോക്കാം. അപ്പോൾ ഇത് കണക്റ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ ഇതിൻ്റെ FPV സ്കൈ ഡൈവ് എന്ന് പറഞ്ഞ ആപ്പ് എടുത്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇത് ആപ്പ് എടുത്തിട്ടുണ്ട്, അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കണക്റ്റ് ആയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അപ്ഡേറ്റ് ആയിക്കഴിഞ്ഞ് നോക്കാം. അപ്പോൾ നമ്മൾ ഗെയിം എടുത്തപ്പോൾ തന്നെ ഇതിനകത്ത് ഓരോരോ പോർഷനിൽ നമ്മൾ ഓരോരോ സ്റ്റിക്ക് അസൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഷ്ടപ്പെടുകയൊന്നും വേണ്ട, ഈ ആപ്പിൽ തന്നെ ഇവരെല്ലാം സെറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മളതനുസരിച്ച് സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും നമുക്ക് ഓരോന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. ഇതിനകത്ത് തന്നെ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ത്രോട്ടിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതിലാണ് ത്രോട്ടിൽ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബട്ടൺ അനക്കി കഴിഞ്ഞാൽ അതിൽ ത്രോട്ടിൽ അസൈൻ ആവും. അങ്ങനെ ഓരോന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതെന്തായാലും സെറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഓരോരോ ഇത് അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഇത് പറക്കാൻ ഇതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഈ ആപ്പിൽ തന്നെ അവർ ഓരോരോ ലെസൺസ് ആയിട്ട് പഠിപ്പിക്കും. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ അത്യാവശ്യം പറക്കാൻ പഠിക്കണമെങ്കിൽ ഇതിൽ തന്നെ കുറേ നാൾ പഠിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് തുടക്കം തന്നെ തുടങ്ങാം. അപ്പോൾ അവർ ഓരോരോ സ്റ്റെപ്പായിട്ട് പറയുന്നുണ്ട്. കോഡ് കോപ്പർ റിമോട്ട്ലി കൺട്രോൾ ചെയ്യാൻ. ഓക്കെ, അവർ ജസ്റ്റ് എൻ്റെ ലാപ്പ് അത്യാവശ്യം നല്ല ലാപ്പായതുകൊണ്ട് ഓവറായിട്ട് പണിയെടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഓഫാവും. പൈസ നമ്മൾ ഏകദേശം എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ലാപ്പൊക്കെ സെറ്റായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ കാണാം.